നമുക്കൊരു വൈബുള്ള സ്ഥലം തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഓക്കെ ഷഡ്ഡി ഇട്ടില്ല, അധികം പിടിക്കണ്ട. ഞാൻ ഇതിന്റെ ഹസ്കി ഡാൻസ് കളിക്കട്ടെ. അവ രണ്ട് ഹസ്കിയാ. അപ്പൊ മിക്കവാറും ഇവനും കൂടി നമ്മളെ കൂടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് പിന്നെ ഇതാരുടെ റൂമാ? ഇതാണ് എന്റെ റൂം, ഇതാരുടെ റൂം. മുകളിലാണ് ശരിയായ വൈബ്. അറിയില്ലേ, ഇത് എന്റെ സമാധാനപരമായ വ്ളോഗാണ്. എനിക്ക് ഇങ്ങനത്തെ യാതൊരു പ്രശ്നത്തിനും താല്പര്യമില്ല. നമ്മുടെ വന്നപ്പോ കമ്പനി അല്ലേ നിനക്ക് കടന്നിരുന്ന അപ്പൊ മമ്മു തൂറിയാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതാ പുതിയ വീട് ഗ്യാങ് ഹൗസ് കുറേ നാളായി നിങ്ങൾ പറയുന്നത്. അപ്പോൾ വീട് കിട്ടിയിട്ടുണ്ട്. വീട് ആദ്യം ഇത് കാണിച്ചു കൊടുക്കുക, ആദ്യം ഇത് കാണിച്ചു കൊടുക്കുക. ഇതാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. അല്ല ലൊക്കേഷൻ പറയാൻ പറ്റൂലല്ലോ. അപ്പം അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളെ വീട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് വീട്. കാണിച്ചോ? ഇത് നമ്മൾ കുറേ തപ്പി, വീട് കുറേ തപ്പി ലാസ്റ്റ് കിട്ടിയതാണ്. കാരണം നമുക്കൊരു വൈബുള്ള സ്ഥലം തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ വെറുതെ ഒരു വീട് കിട്ടിയിട്ടില്ല, നല്ല ഈ പറഞ്ഞ പോലെ ഒരു വൈബുള്ള സ്ഥലം തന്നെ നോക്കി നടന്നതാണ്. അങ്ങനെ നമുക്കിത് കിട്ടിയത്. അല്ലാണ്ട് ഉമ്മ നായി അടിക്കോ? അല്ല എനിക്ക് അതിനെ പേടിയാണ്. അങ്ങനെയാണ് അപ്പം നമുക്ക് ഈ വീട് കിട്ടിയിട്ടുള്ളത്. ഹായ് ഹായ് ഹായ്. അല്ല മൈക്ക് അടിക്കോളി. എന്താ പേര്? ഇതിൻ്റെ പേരെന്താ ഉമ്മ? റോക്കിയാ? റോക്കി. അപ്പോൾ ഉമ്മ ഓക്കെ ഉമ്മ ഓക്കെ ഉമ്മ ഓക്കെ. പേടിക്കണ്ട. അപ്പോൾ അങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ ഷഡ്ഡി വിട്ടിട്ടില്ല, അതാ ഏറ്റവും വലിയ പേടി. അപ്പോൾ ഉമ്മ നീ ഓക്കെ സെറ്റ് മുത്തേ സെറ്റ് നമ്മൾ പൊളി. അല്ല അങ്ങനെ തന്നെ അല്ല അടിപൊളി മുത്തേ അടിപൊളി. ഓക്കെ ഷഡ്ഡി ഇട്ടില്ല, അവിടെ അധികം പിടിക്കണ്ട. ഓക്കെ, അപ്പം നമ്മളെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണിച്ചു കൊടുക്കും, സ്ഥലം കാണിച്ചു കൊടുക്കും. ചേട്ടാ അതിൽ കയറാൻ പറ്റുമോ? ഇത് നമ്മളെ അയൽവാസിയുള്ള കേട്ടോ. ഇതാ അവരുടെ വീട് കാണിച്ചു കൊടുക്കുക. ഇത് നമ്മളെ നേരെ തൊട്ടടുത്തുള്ള വീടാണ് ഇവരത്. ഈ ചേച്ചീൻ്റെയും ചേട്ടൻ്റെയും. കയറാൻ പറ്റുമോ? മുങ്ങിപ്പോയില്ലല്ലോ. കയറട്ടെ എന്നാ? ഇപ്പം ഇതാണ് ഒരാൾ അല്ല രണ്ടാളുണ്ടാവും. മീനെ പിടിക്കേണ്ടി വരും. ഇവിടെ മീനൊക്കെ ഉണ്ടോ ചോദിച്ചോക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ചൂണ്ട. ഇവിടെ മീൻ കിട്ടൂല അല്ലേ? അല്ല നമുക്ക് ആദ്യം വീട് കാണിച്ചിട്ട് തരാം. നമ്മൾ വരുന്ന ഒരു മിനിറ്റ് ബാ, വീട് കാണിച്ചിട്ട് തരാം. റോക്കിനെ കൂട്ടണം. റോക്കി ബാ കം. റോക്കിനെ പരിചയപ്പെട്ടാ? റാംബിയാ ഇവൻ പേരും മാറ്റിയാ. റോക്കിയാന്ന്. എടാ ഇത് നോക്കടാ. അല്ല ഉമ്മ ഞാൻ അല്ലാണ് ഉമ്മാണ്, ഞാൻ ഒന്നും ചെയ്തില്ല. ഓക്കെ. അസ്പാക്കുമായിട്ട് ഫ്രണ്ടായാ? അതെങ്ങനെ മിഞ്ഞലുണ്ടല്ലോ? നീ അതിൻ്റെ ഫ്രണ്ടായത്? പിന്നെ നമ്മുടെ വന്നപ്പോ കമ്പനി അല്ലേ. നിനക്ക് കടന്നിരുന്നാ? ഇത് അതല്ല അല്ല അങ്ങനെ സ്നേഹം നമുക്ക് ഈ റോക്കിന്റെ പേര് മാറ്റി ഷുക്കൂർ നാക്കിയാലോ? MRG ഷുക്കൂർ. ഒരു ഷോർട്ട് നെയിം ഉണ്ടാവും. MRG ഷുക്കൂർ. ഓക്കെ, അത് ഓൻ ഡീൽ ചെയ്തോട്ട്. കാരണം ഓനെ മിക്കവാറും കടിച്ച് പറിക്കാനുള്ള ചാൻസ് ഞാൻ കൂടുതലായിട്ട് കാണുന്നുണ്ട്. എൻ്റെ മേക്കിംഗ് ആണ് 10,000 രൂപേൻ്റെ മേക്കാണ്. അപ്പോൾ അവരെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. ബാ എല്ലാ ഇങ്ങോട്ട് കണ്ടോ? എടാ നായിൻ്റെ പോണേ. എടാ അസ്പാക്കെ തമാശ കളിക്കല്ലേ? എടക്കാന് എന്തൊരു കടി കൊള്ളാനാ? ബാ ഞാൻ വീട് കാണിച്ചാ. അപ്പൊ അതിലെന്താ പറയാനുള്ള? അതില് ഹാസിന്റെ നായനെ പോലില്ലേ, ഒന്നും ചെയ്യില്ല പറഞ്ഞ അതിലുള്ള ഓനെ കൈ പിടിച്ചില്ലേ, ഒന്നും ചെയ്യില്ല കടിക്കുക. ആ നായനെ പോലെ അല്ലേ? അതേ സെയിം കട്ട്. ചേട്ടാ നമുക്ക് വേണ്ടിട്ട് അവിടെ വെള്ളം സൈഡാക്കിയിട്ടുണ്ട്. വാ ഞാൻ പെട്ടെന്ന് വീടൊന്ന് കാണിച്ചിട്ട് നോക്കട്ടെ.
വാലൈക്കും അസ്സലാം. വാലൈക്കും അസ്സലാം എന്ന് പറഞ്ഞടാ. ഡാൻസ് കളിക്കും വാപ്പറ വേണ്ട ഡാൻസ് ഇതെന്താ എനിക്ക് എടാ ഇത് എടാ ഇതെന്താ ഇത് ഒറ്റക്ക് കളിക്കൂ നല്ല കൂട്ടാട്ടത് ഒറ്റ കളിക്കിട്ട് മാറ്റി ഒറ്റ കളിക്കൂ. പേടിന്ന് പറഞ്ഞാൽ ഷഡ്ഡി ഇട്ടില്ല, അതിന്റെ ഒരു നഖം തട്ടിക്കഴിഞ്ഞാണ്ടല്ലോ. അതിന്റെ അമിനക്കൊന്ന് തടയി കൊടുക്കും. വേണ്ട, ഇല്ലെങ്കിൽ ഞങ്ങക്ക് ഇതെല്ലാം ഉണ്ട്. വേണ്ട. അപ്പൊ ഓക്കെ മോനെ, നമ്മളൊന്ന് വീട് കാണിച്ചിട്ട് വരാം. ബാ. അപ്പൊ ഇതാണ് നമ്മളെ കാർ പോർച്ച് എന്ന് പറയുന്നത്. പിന്നെ ഇത് സൈഡ് ഭാഗം. ആ സൈഡ് ഭാഗം. പിന്നെ ബാ, വീട് മൊത്തത്തിൽ കാണിച്ചില്ല ഫസ്റ്റ്. ആ പിന്നെ ഈ പറഞ്ഞ പോലെ സൈഡ് ഇതൊന്നും അങ്ങനെ കാണാനില്ല പ്രത്യേകിച്ച്. ഇതെന്താ എങ്ങോട്ടും എല്ലായിടത്തും വരുന്നത്? ഇത് നമ്മളെപ്പോ ആയി നമുക്ക് തോന്നട്ടാ. അപ്പൊ ഇന്ന് രാത്രി ലൈവ് ഉണ്ട് കിക്കില്. അപ്പൊ മിക്കവാറും ഇവനും കൂടി നമ്മളെ കൂടെ കാണുമെന്ന് നമുക്ക് തോന്നുന്നു. കാമായുള്ള പ്ലേസ് ആട്ടാ. ഇനി പറ്റുമെങ്കിൽ ഇവനൊരു കോൺട്രാക്ട് മേടിച്ചു കൊടുക്കാം കിക്കില്. ബാ. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ അകം. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം. ഈ പറഞ്ഞ പോലെ നമ്മളൊന്നും റെഡിയാക്കിയില്ല. നമ്മളിവിടെ വന്നു, ഇപ്പോൾ 2 ദിവസമേ ആയിട്ടുള്ളൂ. വന്നു PC വെച്ചു. ഇനിയിപ്പോൾ നമ്മളെ ഫർണിച്ചറായാലും പരിപാടികളെല്ലാം പഴയ വീട്ടിൽ നിന്ന് വരണം. പഴയ വീട്ടിൽ നിന്ന് വരണം എന്ന് പറഞ്ഞാൽ ആകെ അത്രയേ ഉള്ളൂ. ആടെ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ആടെ ഓൾറെഡി ഉണ്ടായതാണ്. ഇത് പക്ഷേ ഫർണിഷ്ഡ് അല്ല. അതുകൊണ്ട് ഇവിടെ ഏകദേശം നമ്മളിപ്പോൾ ഇവിടെ PC സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. PC സെറ്റ് ചെയ്ത് PC നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൽക്കാലം PC സെറ്റ് ചെയ്ത് ലൈവ് ചെയ്യേണ്ട പരിപാടി ആക്കിയിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളും എല്ലാം. പിന്നെ ബാക്കി റൂമായാലും എൻ്റെ ആയാലും മമ്മൂൻ്റെ ആയാലും എല്ലായിടത്തും റൂമും ഒന്നും റെഡി ആയിട്ടില്ല. എല്ലാം റെഡിയായി വരണത്ര. അത് റെഡി ആയിട്ട് നമ്മളൊരു പുതിയൊരു ഇതിപ്പോൾ കുറേ പാർട്ട് പോലെ ആയല്ലേ അപ്പോൾ ഇതിൻ്റെ ഹോം ടൂറിന്. ഇതാണ് എൻ്റെ റൂം. അതെ, ഇതാണ് ഇപ്പോൾ എൻ്റെ റൂമിൻ്റെ കോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനത്തെ എന്താ പറയുക, എന്തെല്ലോ വെച്ച് തൽക്കാലം ഒന്ന് ഇതാക്കേണ്ട രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ബാത്റൂം, അത് ബാത്റൂം. അങ്ങനെ നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. മുകളിലാണ് ശരിയായ വൈബ്. ഇവിടെ വൈബ് നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മുകളിലാണ്. പിന്നെ ഇതാ അടുക്കള ഒന്ന് കാണിച്ചു. ഒന്നും റെഡി ആയില്ല, ഞാൻ പറഞ്ഞില്ല. എല്ലാം സെറ്റായി വരണത്ര. എല്ലാം ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു വൈബ് സ്ഥലം ഞാൻ കാണിച്ചു തരാം. ജാസിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്പേസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് അടിപൊളി സ്പേസ് ആണ്. എല്ലാവർക്കും കൂടി ചെയ്യാം. ജാസിക്ക് നല്ല എന്താ പറയാ, തണുത്ത കാറ്റും ഗ്രീനറി എല്ലാം ആയിട്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാല് പൈസ കൊടുത്തിട്ട് ആൾക്കാർ ചെയ്യിപ്പിക്കുന്നത്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് സംഭവം നടന്നു. പാമ്പ് വരുന്നുള്ള സീൻ കേട്ടാ. അതെ, പാമ്പ് വന്നാൽ കുഴപ്പമൊന്നുമില്ല, കുരിച്ചടിക്കാം. അപ്പൊ ഇത് മുകളിലേക്കുള്ളത്. അപ്പൊ മമ്മൂനെ കണ്ടിട്ടുണ്ട്. മമ്മൂന് എന്താ പറയണ? എന്താ പറയണ്ടേ? മമ്മൂന് എന്താ പറയുക, മമ്മൂന് തൂറാൻ മുട്ടിയിട്ട് ഇങ്ങനെ ഇതായിട്ടാ നിൽക്കുന്നത്. ഒന്നും പറയാൻ കിട്ടുന്നില്ല. എന്നോട് നേരത്തെ പറയുന്നുണ്ട്, ഇവിടെ അങ്ങ് വെള്ളം മോട്ടർ ഇട്ടിട്ടേ ഉള്ളൂ, വെള്ളം കയറിയില്ല. അതുകൊണ്ട് മമ്മൂ തൂറാൻ മുട്ടിയിട്ട് നിൽക്കുന്നത്. വാ മമ്മൂ, വാ മുകളിലേക്ക് വാ. എന്താ വാ. അതാ ഞാൻ പറഞ്ഞ വാ. പിന്നെ ഇതാ ഇടുന്നൊരു വ്യൂ കാണിച്ചു കൊടുക്കുക. നമ്മളെ ചേച്ചി, ചേട്ടൻ. നല്ല അടിപൊളി വ്യൂ ആണ്, മനസ്സിലാവും. ചേച്ചി നോക്കുന്നില്ല, മാറി വാ. ഇത് പിന്നെ ഇതാരും റൂമാ. ഇവിടെ ഇപ്പൊ നമ്മളെ അങ്ങനെ ആരും സെറ്റ് ചെയ്തിട്ടില്ല. നമ്മളെല്ലാരും ഇവിടെ തന്നെ വിളിച്ചത്. ഇതാരതോ റൂം. മമ്മൂൻ്റെ ആണോ ജാസിൻ്റെ ആണോ അറിയില്ല. ഇത് ഒരാളെ റൂം, 2 പേരെ റൂം. പിന്നെ ഇതൊരു ചെറിയ റൂമാണ്. ഇത് ആയിരിക്കാന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് അവരെടുക്കും. പിന്നെ വേറൊരു റൂമും കൂടി ഉണ്ട്. ഇതാണ് നമ്മളെ വ്യൂ സ്പോട്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ വ്യൂ സ്പോട്ട്. നല്ല രാത്രിയിലാകുമ്പോൾ, രാത്രിയോ വൈകുന്നേരമോ നല്ല വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല വൈബാണ് ഇടാം. മനസ്സിലാ? നോക്കിയാൽ അസ്പാക്കും നല്ല വൈബാണ് ഇടാം. എടി ഇവർ ഇതിൻ്റെ ഒപ്പം ആയി കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബീജമല്ല, എനിക്ക് ചോട്ട്. അപ്പൊ ഇതാണ് നമ്മളെന്താ പറയാ വ്യൂ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് താഴേക്ക് പോവാം. ഇത്രയേ ഉള്ളൂ ഹോം ടൂർ. ഇതിപ്പോൾ പുതിയ വീട് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം ബാക്കി ഫർണിച്ചറും പരിപാടിയെല്ലാം ആക്കിയിട്ട് സെറ്റ് ചെയ്യണം. അതെ,
പിന്നെ നമ്മളെല്ലാവരും ഓരോ റൂമിൽ 4 ആളും 3 ആളും എല്ലാം മുമ്പെല്ലാം അങ്ങനെ തന്നെ നമ്മൾ കിടന്നത്. നമ്മളെ മുമ്പത്തെ വീട്ടിൽ 3 റൂമല്ലേ ഉണ്ടായ, 3 റൂം തന്നെ ഉണ്ടായി ഇതേപോലെ. ഇനി അതിനൊരു റൂം ബാക്കി. ഇനിയിപ്പോൾ നീ അത് വന്നു കഴിഞ്ഞാൽ റൂം ചിലപ്പോൾ ഇതാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ബാ ലൈറ്റ് ഇവിടെ സോഫയെല്ലാം വരുന്നുണ്ടല്ലോ, എല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ പറഞ്ഞ പോലെ ജാസിനെ കാണിച്ചിട്ടില്ലേ. അപ്പം നമ്മളെ ക്യാമറാമാൻ മുമ്പത്തെ ഹബീബായിരുന്നു. ഹബീബിന് വൻ ഫാൻസ് ആട്ടാ. ഹബീബിന് വൻ ഫാൻസ്, ചെറിയ ഫാൻസ് ഒന്നല്ല. ഹബീബ് ശരിക്കും മിക്കവാറും സ്കൂളിലെല്ലാം പോയിട്ട് ആളാകുന്നുണ്ടാവും. അമ്മാതിരി ക്യാമറാമാനായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ജാസിനെ ഞാൻ കാണിച്ചു തരാം. ജാസിക്ക് എത്ര ഇതുണ്ടാവും നോക്കാം. ജാസിക്ക് എന്ത്, ജാസി പണ്ട് IRL പരിപാടികൾ. നീ കുണ്ടൻ ലുക്കായി വരുന്നുണ്ട്. കുണ്ടൻ ലുക്കല്ല, മാങ്ങന്റെ ചുണയായതാണ് നാട്ടിൽ നിന്ന് മാങ്ങ പറിക്കാൻ പോയിട്ട്. വാ. അപ്പൊ അള്ളാ ജുമ്മാ ശുക്കൂർ വരുന്നുണ്ട്. എന്ത് പിടിച്ചോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ദിസ് ഈസ് ഷമീർ, അല്ല MRC ഷമീർ. ദിസ് ഈസ് MRC ജാസി. മീറ്റ് ഹിം. കം ഹിയർ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇതാ നമ്മളെ കം ഹിയർ. ഗിവ് എ ഷേക്ക് ഹാൻഡ്, ഗിവ് എ ഷേക്ക് ഹാൻഡ്. ഇത് എവിടെ പോയാലും കടന്നു കൊടുക്കല്ല. ഇതൊരു വൃത്തിയായിട്ട് ഇതും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ, ഒരു മുൻകാല ബന്ധം. ഞാനൊരു കാര്യം പറ്റേ ഷമീറെ, മനുഷ്യന്മാരെക്കാൾ കൂടുതൽ വിശ്വസിക്കാം. അതെല്ലാം ശരിയാണ്, അത് ശരിയാണ്. അതിന് നമ്മള് മുൻകാല പരിചയം, മുജ്ജന്മത്തിൽ ഞാൻ പട്ടിയോ ആവണ്ട. ഒരു ഇതാണ് സ്നേഹം. ഫേസ് കട്ട്, ഫേസ് മോനെ ബ്ലോഗായി പോയി അല്ലേ ഗൈസ്? നിങ്ങളൊന്ന് നോക്കിയാ, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാ. ഇത്രയും ഗ്ലാമറുള്ള എന്റെ ഇത് മോനെ റോക്കി ഇതാ അല്ലേ? ഞാൻ അഭിമാനിക്കും. അങ്ങനെ ഒരു തോന്നല്, ഞാൻ അതിൽ അഭിമാനിക്കും. നീ അഭിമാനിക്കും. അത് അങ്ങനെയാണ്. എന്റെ മോനെ ഇതേതാ വ്യൂ? അല്ലാ ഇത് ഒറ്റ നാക്കിട്ട് ഇതിന്റെ ശ്വാസം വിടലാണ്, നമ്മ വിടുന്ന പോലല്ല. മതിയടാ മൃഗസ്നേഹി. കാര്യം പൈസ കൊടുക്കണം, ഇത് ഫ്രീ ആണ്. ഇത് ഭയങ്കര തുള്ളിച്ചാ നട്ടിവള്. നിന്റെ ഓന കൊടുത്തു. ഓക്കെ, നമുക്ക് ഇതിനെ ഡ്രസ്സെല്ലാം ഇടിപ്പിച്ചിട്ട് ഒരു ലൈവിൽ കൊണ്ടുവന്നാലോ? കുപ്പായി ഇതെല്ലാം ഇട്ടിട്ട്. മമ്മ നേരത്തെ മടിയിലിരുന്നു നിന്റെ. മമ്മു തൂറിയാ എന്തോ ആക്കാൻ പോകുന്നുണ്ട്. എന്തോ വിശന്നിട്ടല്ല, സംഭവം എന്താ അറിയോ? അല്ല വെള്ളില്ലാത്തോണ്ട് മെല്ലെ ഇവിടെ പരിപാടി സാധിക്കാന്ന് വിചാരിച്ചിട്ട് വരുന്നത് കാണുമ്പോ தெரிയുന്നുണ്ട്. സംഭവം വെള്ളം ഇടി, വീട്ടില് വെള്ളില്ലല്ലോ. അപ്പൊ മെല്ലെ ഇവിടെ എവിടെങ്കിലും കയറി പരിപാടി സെറ്റാക്കാൻ വിചാരിച്ചു. 1 മാസത്തേക്കുള്ള ഫുഡാണത് നിന്റെ. അതാ നായി ഒന്ന് പേടിച്ചു കേട്ടാ. മമ്മൂനെ കണ്ടൊരു നായി ഒന്ന് പേടിച്ച്, പേടിക്കണ്ട നായി. മമ്മ ഒന്നും ചെയ്യൂല. അല്ല ചേട്ടാ തോണി കയറാൻ പറ്റോ? അത് ഞാൻ ചോദിച്ചു. അല്ല അങ്ക് കയറാന്ന് പറഞ്ഞു. നിന്റെ കാര്യം അറിയില്ല മമ്മു. അറിയാലോ ടൈറ്റാനിക്കിന്റെ അവസ്ഥയോ നീളം കയറിയ. അപ്പൊ ആകാശം കാണിച്ചു. ഇതല്ല, നീ 4 മണിക്ക് ആകാശം കണ്ടില്ല. ഇല്ല എന്താ ആകാശം 6 മണിയില്ലേ? കാര്യം. അപ്പൊ നായിന്റെ ഹോം ടൂറിൽ പോയാലോ? നായിന്റെ ഹോം ടൂർ നമ്മളെ വിളിച്ചോണ്ടപ്പോ അതിന്റെ വീട്ടിലേക്ക്. ഇതിന് വീടുണ്ടോ? അതിന്റെ വീട്ടിലേക്ക് വീടുണ്ട്. ഇത് വിസിറ്റ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് ചേച്ചീനോട് 2 വിശേഷങ്ങൾ വിളിച്ചൂടെ? ഇവ തിന്നാൻ വരുന്നില്ലടാ. ബിരിയാണിക്ക് വാ. അതിൽ നീ ഇതിന്റെ ലാംഗ്വേജിൽ സംസാരിച്ചേ. സംസാരിക്കും കേട്ടോ. കണ്ടാ ഇതിന് വീടുണ്ടാ? ശരിക്കും വീടുണ്ടാ ഇതിന്? എന്താ പറഞ്ഞറിയോ? വീട്ടില് ഫുഡൊന്നും ഇല്ല, വേണമെങ്കിൽ വെറുതെ കണ്ടിട്ട് പോയിക്കോന്ന് പറഞ്ഞത്. ആണോ? എന്താ മമ്മൂനെ കൂട്ടണ്ട പറഞ്ഞു. അതിന്റെ വീട്ടിൽ തമാശ പറഞ്ഞ ശരിക്കും വീടുണ്ടായി. അതിന് വീടുണ്ട്. വാ, വീട് കാണിച്ചെടുക്ക്. വാ ലെറ്റ്സ് ഹോം ടൂർ. സംഭവമുണ്ട്. ഇതിന്റെ നായികൾ അതിന്റെ വീടെത്തിയാണ്ടല്ല, പിന്നെ എന്ത് സ്നേഹം ഒന്നും കാണിക്കില്ല. ചിലക്ക് കുരക്ക് ഗാർഡായിട്ട് മാറും ആ വീടിന്റെ. ആ വീട്ടിന്റെ ഗാർഡായിട്ട്. പക്ഷെ ഇതിന് നമ്മളോടൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പോ ഞാൻ പറഞ്ഞില്ല. അല്ല ഞാൻ പറഞ്ഞു, അശ്വാക്കുമായിട്ട് നല്ല ഇതുണ്ട്, കണക്ഷൻ ഉണ്ട്. കൈതാ
കൈതല്ല ഇങ്ങനെ ചേട്ടാ ചേട്ടൻ വലയിടാൻ പോകുന്നു. അസ്സലാമലൈക്കും. ശ്ശേ, അവിടെ തരുന്നില്ലല്ലോ. പോവായിരുന്നു ചേട്ടാ. കൈതാന്ന് വിളിക്കുന്നത് അത് കഴുതാന്ന് വിളിക്കുന്ന പോലെ വിചാരിച്ചു. അതിനെ പേടിപ്പിച്ചിട്ട് അതിലെന്താ ചെയ്യുന്നത്? പറയുന്നത് പെണ്ണാന്നല്ലേ. അതിലെ വിട്ടേടാ. പഴയ ഒരു ചങ്ങായിന്റെ സാധനം കടിച്ചു പറിച്ചത്. ആടാ അതറിയില്ലേ? ശരിക്കാ? ആടാ ആര് പറഞ്ഞു എന്നോട്? മറ്റേ ഈ ഷിജോട്ടൻ, ഈ വീട്ടിലെ ചങ്ങായില്ലടാ ഷിജോട്ടൻ. ആണോ? ആ അയച്ചാൽ നമ്മളടുത്ത് ഇങ്ങനെ കേറൂലേ, അയാൾ ഇങ്ങനെ എന്തോ ആക്കിയോളൂ. നമ്മളിങ്ങനെ കയ്യല്ലേ പിടിക്കാ, അയാളിതാ ഇങ്ങനെ ആക്കി, ഇങ്ങനെ എന്തോ ആക്കി. അപ്പൊ അയാളെ എന്തോ അതെ നീ ചെയ്യുന്ന അല്ല നായന്റെ അടുത്ത് അങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ ആക്കിയതാ. അല്ല നമുക്കിനി കൊറേ എന്റർടൈൻമെന്റ് കിട്ടും. വരല എടാ വായിൽ കൈ വെച്ചാൽ അത് കടിക്കൂല. അങ്ങനത്തെ എടാ മോനെ അല്ലാണ അതിലെ കൈ പോവേ. അല്ലാണ് പോവേ. അല്ല അല്ലല്ല നീ പറഞ്ഞ ഡയലോഗ് നോക്കാലോ നമുക്ക്. ഞാൻ ഇതിന്റെ പേര് ഹസ്കി ഡാൻസ് കളിക്കട്ടെ. അപ്പൊ 2 ഹസ്കിയോ? നീ വെക്ക്, കൈ വെക്ക് നോക്കാലോ നമുക്ക്. ഫ്രഞ്ചോ? എടി ഇത് കറക്റ്റ് അത്തയ്യാത്തിന് നിസ്കരിക്കാൻ ഇരിക്കുന്നുണ്ടാ. അത് ചാരി ഇരിക്കോട്ടെ. നീ ഇളക്കറ, കൈ ഇളക്കറ. പാവാ ആടി ഇരിക്കട്ടെ. പെൺപൂച്ചയാന്നോന്ന് ഇത് തൂറാൻ മുട്ടിയിട്ട് ഒന്നും തിരിയാണ്ട് എന്തെല്ലാം ചോദിക്കുന്നു. പെൺപൂച്ചയാണോ ഇത് എന്നല്ല ചോദിക്കുന്നത്. വെള്ളം വന്നാ നീ എന്തിനാ പുറത്തേക്ക് ഇറങ്ങിയ നമുക്ക് മനസ്സിലായി. ആ വളപ്പിൽ പോയി പരിപാടി സാധിക്കാനല്ലേ. നല്ലൊരു പുഴയുണ്ട്, കാടുണ്ട്. വെള്ളത്തിന് ഉപ്പാ നമുക്ക് ഈ വെള്ളത്തിൽ കുടിക്കാനല്ലേ. അല്ല ഇത് ഇതാക്കി വണ്ടി ചേട്ടൻ എങ്ങെത്തി. എന്തായാലും മനുഷ്യന്മാരെക്കാളും ഭേദാടാ. സത്യം അല്ലേ? പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്ത് നായനെ തൊട്ടിട്ട് 8 ചളിവെള്ളത്ത് കുളിക്കണം. നായനെ തൊട്ട ഹറാമാന്നേ ഉള്ളൂ. നായനെ തൊട്ട ഹറാമല്ലടാ മണ്ട. നായനെ തൊട്ട നജസം. കുളിക്കണം. നായനെ തൊട്ട ഹറാമാന്ന് പണ്ടേ പറയുന്നത്. ഹറാമല്ലേ ഇത് ശരിക്കും. നീ അടുത്ത കോൺട്രവേഴ്സിയും പണിയും മതപരമായതൊന്നും കൊണ്ടുതരില്ല. ഇതെന്റെ സമാധാനപരമായ വ്ളോഗാണ്. എനിക്ക് ഇങ്ങനത്തെ യാതൊരു പ്രശ്നത്തിനും താല്പര്യമില്ല. വാ ലൈൻ കട്ട് വാ. എന്തേ ഞാൻ പറയുന്നത് നമുക്ക് അടുത്ത വ്ളോഗ് ഫിലോപ്പി ഗ്രില്ല് മേടിക്കാം. നമുക്ക് സെറ്റ് ചെയ്യാം. മീനെ വേണേ തരാന്നോ? വല അല്ല മീനിനെ തരാന്ന് പറഞ്ഞേ. മീനുണ്ടോ? അതാ കൊണ്ടുവരുന്ന മീനിനെ കൊണ്ടുവരുന്നുണ്ട്. ഏതാ സാധനം ഏതാ? അതാ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. മുത്തേ ഇപ്പൊ എത്തും സാധനം, ഇപ്പം വരും. അപ്പൊ ചേട്ടൻ എത്താൻ വേണ്ടിയിട്ട് മിക്കവാറും ഒരു 1 hour എടുക്കുമെന്ന് നമുക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ മൂപ്പര് ഒരു 4-5 മീനിനെ പിടിച്ച് കൊണ്ടുവരേണ്ട പരിപാടിയാണ്. മിക്കവാറും നമ്മൾ ലൈവ് ചെയ്തുകൊണ്ട് മുട്ടിയിട്ട് 2 മീനിനെ കൊണ്ടുവരുത്തായിരിക്കും. അതാ ഇത് സൂപ്പർ ഫാസ്റ്റ് മുത്തേ. ഇത് സൂപ്പർ ഫാസ്റ്റ് അല്ല, ഇത് പ്ലാസ്റ്റിക്കിന്റെ തോണിയും അത് മരത്തിന്റെയും. ഇത് ഭയങ്കര ഫാസ്റ്റ് ജെറ്റ് പോലെ വന്ന്. ചേട്ടാ മീനുണ്ടോ? മീനെ കിട്ടിയാ? നിന്നെന്തായാലും കേട്ടില്ല. അപ്പൊ ഇരുട്ടാകാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊരു ചെറിയ വ്ളോഗാണ്. ആകെ 10-15 മിനിറ്റ് 20 മിനിറ്റ് ഉള്ള ഒരു ചെറിയ വ്ളോഗാണ് ഇത്. അപ്പോൾ നമുക്ക് ലൈവിന്റെ നാളെ ഇടാം. എല്ലാരും ഇറങ്ങേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊരു ചെറിയ വ്ളോഗാണ്. നമുക്കിനി ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് ഇടാൻ കുറേ സംഭവങ്ങൾ വരും. അപ്പോൾ ഈ രാത്രിയായി ഇരുട്ടായി, ഇനിയിപ്പോൾ ലൈറ്റും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനിയും കുറേ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അതെ, ചന്ദ്രൻ നല്ലൊരു കാം ആൻഡ് പീസ്ഫുൾ സ്ഥലമാട്ടോ. അത് കാര്യട്ടാ. ഇതൊരു ഭയങ്കര അതെ സമാധാനപരമായ ഇത് വേണ്ട. ബാ ഞാൻ ഇടുന്നൊരു കഥ എഴുതിയാലോ? ഡയറക്ഷൻ പരിപാടിയാ സിനിമയില്. ഓക്കെ, അപ്പൊ നമുക്കൊരു എൻഡിങ് പറയാം. ബാ പേടിച്ചേട്ടാ. പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ മമ്മു ഇരിക്കേ. അപ്പൊ ഗൈസ് ഇത് ഇവിടെ വിത്ത്
പോപ്പി അല്ല പോപ്പിയോ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് എൻ്റെ പോപ്പി എന്നല്ലടാ പേര് റാംബിന്നാ പേര്. ഇത് എത്ര പേരാ നീ 10? റാംബി അത് വിളിച്ചാ കേക്കല് റാംബി. ആ ഞാൻ കോപ്പിനെ വിളിക്കും. നീ എന്തെങ്കിലും വിളി. അപ്പൊ ഗൈസ് അടുത്തൊരു വ്ളോഗുമായിട്ട് നമുക്ക് കാണാം. ഇത്രേ ഉള്ളൂ. അപ്പൊ ബൈ, ലവ് യു. ബൈ. വയറാ ചാച്ചാറാ ടാറ്റ പറ.